ഞാൻ ആദ്യം പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖിൽ ഏറ്റവും നല്ല ലജ്ജയുള്ള മനുഷ്യനായിരുന്നു ഒരു കന്യക. ഇപ്പൊ ഈ ഉദാഹരണം പറഞ്ഞാൽ വലുതായിട്ട് അങ്ങോട്ട് എഫക്ട് ചെയ്യൂല. കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ലജ്ജയില്ലാത്തത് കന്യകയായ പെണ്ണ് മണിയറയിൽ വരുമ്പോഴാണ് അവളുടെ ലജ്ജ മുഴുവനും പോകുന്നത്. ശരിയല്ലേ? ഇന്നിപ്പോ ആദ്യമായിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ അയാളുമായിട്ട് ബന്ധമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ ഒറ്റപ്പെട്ട ഒരു റൂമിനകത്ത് ഇറങ്ങി കഴിയുന്നത്? കാലത്ത് ഒരുപാട് പുരോഗമിച്ചുപോയി പ്രിയപ്പെട്ടവരെ. പെണ്ണ് കാണുന്ന ചടങ്ങ് നടന്നാൽ തന്നെ ഉടനെ വന്ന് പുതിയാപ്പിളയാകാൻ പോകുന്ന ചെറുപ്പക്കാര പുതുപെണ്ണാകാൻ പോകുന്നവരുടെ കയ്യില് നല്ല വലിയ മൊബൈലല്ലേ വാങ്ങിക്കൊടുക്കുന്നത്. പിന്നെ അവർക്ക് സ്വകാര്യതയില്ല, അവർക്ക് പിന്നെ യാതൊരു പ്രൈവസിയും ഇല്ല, അവർക്ക് എല്ലാം ഓപ്പണാണ്, എല്ലാം ഓപ്പണാണ്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിന്റെ മാന്യത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് ലജ്ജയുണ്ട് ഈ വിഷയം പറയാൻ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് അള്ളാഹു മറ്റുള്ളവർ പോലും നമ്മളെ ലജ്ജിക്കാത്തത്. നമുക്ക് ലജ്ജ ഉണ്ടാകണം. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം വീട്ടിനകത്ത് ആയിഷ ബീവി മാത്രമുള്ളപ്പോൾ അള്ളാഹു റസൂലിന്റെ മുണ്ടിന്റെ ഭാഗം അല്പം ഒന്ന് കയറിയിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, മുണ്ടിന്റെ ഭാഗം അല്പം ഒന്ന് കയറിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സമയത്തെ സ്വലാത്തിന്റെ ആവേശമൊക്കെ പോയല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. നബി തങ്ങൾ എഴുന്നേറ്റില്ല, അങ്ങനെ തന്നെ ഇരുന്നു. ആയിഷ ബീവി തൊട്ടടുത്ത് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു. നബി അങ്ങനെ തന്നെ ഇരുന്നു. ആയിഷ ബീവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് ഉസ്മാൻ തങ്ങൾ കയറി വന്നു. നബി തങ്ങൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുണ്ടന്റെ നേരെയാക്കിയിട്ട് നിന്നു. ആയിഷ ബീവി അത്ഭുതമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയും മകയുടെ സഹചാരിയായ അബൂബക്കർ കടന്നു വന്നപ്പോൾ, അങ്ങയുടെ ഉത്തരമായ ഉമർ കടന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് നബിയെ അങ്ങ് മുണ്ട് നേടാവണ്ണം പിടിച്ചിടാതെ മാറി നിന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ശരിയായ ചോദിക്കുമ്പോ എന്തേ ഉസ്മാൻ കടന്നു വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റുകൊണ്ട് മുണ്ട് ശരിയാക്കി കിടന്നു ചോദിക്കുന്നു? ആദരവായ പ്രവാചകന്റെ സഹാബാക്കളുടെ മുമ്പിൽ വെച്ച്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുമ്പിൽ വെച്ച്, 3 സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ പ്രവർത്തനത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. ആയിഷ അബൂബക്കർ കടന്നു വന്നപ്പോൾ, ഉമർ കടന്നു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് മുൻപ് ശരിയാക്കിയിട്ടില്ല. ശരിയാ, ഞാൻ ഉസ്മാനെ കടന്നു വന്നപ്പോ എന്റെ ശരീരത്തിൽ നിന്ന് മാറി കിടന്ന മുൻപ് ഞാൻ ശരിയാവണ്ണം പിടിച്ചിട്ടതിന്റെ കാരണം എന്തെന്നറിയോ? അലാ അസ്തഖീമിന് റജുലൻ തസ്തഖീമിനുൽ മലായിക. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു മനുഷ്യനാണ് കടന്നു വന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരു മനുഷ്യനാണ് കടന്നു വന്നത്. ആരെ പറ്റിയാണ് പറയുന്നതെന്നറിയോ? ഉസ്മാൻ ദുന്നൂറൈനി എന്ന പേര് ലഭിച്ച പ്രവാചകന്റെ 2 പൊന്നുമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഉമ്മു കുൽസുമിനെയും റുഖയ്യയെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ 2 പ്രൗഢയുടെ ഉടമയെന്ന വിശേഷണം കേട്ട മഹാനായ ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോ റസൂലുള്ളാഹി പറയുകയാണ്, ഈ ഉസ്മാനെ മലക്കുകൾ പോലും ലജ്ജിക്കുകയാണ്. ആയിഷ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർക്ക് പോലും ലജ്ജയാണ് പൊന്നുമോളെ. ആയിഷ ഉസ്മാനെ മലക്കുകൾ ലജ്ജിക്കുകയാണ്. എന്താണ് കാര്യമെന്നറിയോ ചെറുപ്പക്കാരാ? എന്താണ് കാര്യമെന്നറിയുമോ പെങ്ങളെ? മലക്കുകൾ പോലും ഉസ്മാൻ തങ്ങളെ ലജ്ജിക്കാനുള്ള കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസദു ഉമ്മത്തി ഹയാൻ ഉസ്മാൻ. ലോകത്തുള്ള എന്റെ മുഴുവൻ സഹാക്കളെ വെച്ച് ഏറ്റവും ലജ്ജയുള്ളതാർക്കറിയുമോ? എന്റെ ഉമ്മത്തുകളിൽ ഏറ്റവും ലജ്ജയുള്ളതാർക്കറിയുമോ? അതെന്റെ അബൂബക്കറിനല്ല, ഉമറിനല്ല, അലിയിനല്ല, ഖുൽഹത്തിനല്ല, സഅദിനല്ല, സഈദിനല്ല, പിന്നെ ആരെയാണ്? എന്റെ ഉസ്മാനാണ് സഹാബ. എന്റെ ഉമ്മത്തുകളിൽ ഏറ്റവും ലജ്ജയുള്ള മനുഷ്യനാണെന്നറിയോ? അതിന്റെ ഉസ്മാനാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജയുണ്ട്. നാണത്തിന്റെ പര്യായ പരമാണ് ഉസ്മാൻ എന്നതെങ്കിൽ, പര്യായ പരമാണ് ഉസ്മാൻ എന്നതെങ്കിൽ, ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹുവിന്റെ മാലാഖമാര് പോലും ഉസ്മാൻ തങ്ങളെ ലജ്ജിക്കുകയാണ്. ചില കൂറുള്ള പെണ്ണിനോട് പറയുകയാണ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരനോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ലജ്ജയില്ലാതെ പോയാ
അള്ളാന്റെ മലക്കുകളെ ലജ്ജിക്കില്ല പ്രിയപ്പെട്ടവരെ, നമ്മളോടൊരു ലജ്ജയും കാണിക്കില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരു ലജ്ജ ഉണ്ടാകണം. എങ്കിൽ മലക്കുകൾ പോലും നമ്മളെ അള്ള ലജ്ജിക്കുമല്ല ഒരു വിഭാഗത്തെ, അള്ളാഹ്ക്ക് ലജ്ജയുണ്ട് ഒരു വിഭാഗത്തെ. അതായത് വിഭാഗത്തെയാണ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് അടങ്ങി ഒതുങ്ങി ഇന്നലത്തെ പോലെ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, കുറച്ചങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ഞാൻ പറയാം, അള്ളാഹു ലജ്ജിക്കുന്ന ഒരു വിഭാഗമുണ്ട്. നിസ്സാരമാണോ? അമീൻ ഉസ്താദ് ഇരിക്കാം, ഇവിടെ ഇരിക്കാം. എന്തൊരു വാശിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പോലും ലജ്ജിക്കുന്നത് ഒരു വിഭാഗത്തെ ലജ്ജിക്കുക. നമുക്കതും വിശദീകരിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഇതൊരു വലിയ വിഷയമാണ്, ഒരു വലിയ ബൃഹത്തായ വിഷയമാണ്. ആ വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ അത് അവസാനിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയില്ല. എങ്കിൽ പോലും നമുക്ക് എത്തുന്നിടം വരെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എങ്ങനെയാണ് ലജ്ജ മനസ്സിലാക്കുക? ലജ്ജ രണ്ട് വിഭാഗം. നിങ്ങൾ ശ്രദ്ധിക്കണം, ലജ്ജ രണ്ട് വിഭാഗമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ലജ്ജ എന്ന് പറയുന്നത് സൃഷ്ടികളുടെ ഇടയിലുള്ള ലജ്ജ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒരാളെ കാണുമ്പോ ഒന്ന് മുണ്ട് ശരിയാക്കിയിടുക. ഒരാൾ കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ വന്നാൽ നമുക്ക് ലജ്ജയാണ്, നാണമാണ്. പെട്ടെന്ന് നമ്മൾ ഒരാളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ മാന്യതയ്ക്ക് ഒത്ത വസ്ത്രമല്ല നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നമ്മൾ ഈ ഒരു ലജ്ജ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാത്രമല്ല ആ ലജ്ജ മാത്രമാണ് ലജ്ജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അല്ല അത് മാത്രമല്ല, മഹാരഥന്മാരായ പണ്ഡിത കേസരികൾ പറയുകയാണ്, ഉലമാക്കൾ പറയുകയാണ്, ലജ്ജ രണ്ട് വിഭാഗമുണ്ട്. ലജ്ജ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള ലജ്ജയാണ്, ഒന്ന് പടച്ചവനോടുള്ള ലജ്ജയാണ്, രണ്ടോ പടപ്പുകളുടെയിലുള്ള ലജ്ജയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള ലജ്ജയെന്നറിയോ? അള്ളാഹു നിനക്ക് നമ്മ നിഅമത്തുകളെ പറ്റി ഒന്ന് ഓർക്കലാണ്. അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി നീ ഒന്ന് ഓർക്കലാണ്. എന്നിട്ടോ അള്ളാഹുവിനോട് എതിര് കാണിക്കുന്നതിന് നീ ലജ്ജ കാണിക്കലാണ്. ജീവിതത്തിൽ അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ നിനക്ക് തരുമ്പോ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വികാരത്തോടെ പെരുമാറുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് നല്ല ആരോഗ്യം തരുമ്പോ ആ ആരോഗ്യം കൊണ്ടുവന്ന് മറ്റൊരു വേണ്ടി പടയപ്പെടുത്തുമ്പോ അള്ളാഹു നിനക്ക് എല്ലാ സംവിധാനങ്ങളും തരുമ്പോ അതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗപ്രതി ചെലവഴിക്കുമ്പോ അള്ളാഹു നിനക്ക് സമ്പന്നമല്ല പുല്ലമോനെ, ആ സമ്പത്ത് കൊണ്ടുവന്ന് നിന്റെ അനിസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, ഇസ്ലാമിന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നീ വിനിയോഗിച്ചു പോയോ ചെറുപ്പക്കാരാ? എന്നാളോർത്തോ നീ അള്ളാഹുവിന്റെ വിഷയത്തിൽ ലജ്ജിച്ചിട്ടില്ലടോ? അള്ളാഹുവിന്റെ വിഷയത്തിൽ നിനക്ക് ലജ്ജ വന്നിട്ടില്ല. രണ്ടാമത് പടപ്പുകളുടെ ഇടയിലുള്ള ലജ്ജയാണ്. അതേതറിയുമോ? നിനക്ക് അനുവദിക്കാത്ത ഭാഗങ്ങളെ തൊട്ട് നിന്റെ കണ്ണു നീ മൂടലാണ് പൊന്നുമോനെ. നിനക്ക് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളെ തൊട്ട് നിന്റെ കണ്ണിനെ നീ താഴ്ത്തി വയ്ക്കലാണ്. പടപ്പുകളുടെ ഇടയിലുള്ള ലജ്ജയെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സാഗരത്തിന്റെ ഉള്ളങ്ങളിലൂടെ ഊളിയിട്ട് സഞ്ചരിച്ച ഉലമാക്കൾ പഠിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ.